ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ല സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താലും മതി. അപ്പോൾ എല്ലാ പീസിലും നന്നായിട്ട് മിക്സ് പിടിച്ചു വരണം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പീസ് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഭാഗത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവാത്ത ഭാഗം പിന്നെയും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും ഇനി കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി ഭാഗം വന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പൊരിച്ചതുപോലെ തന്നെ ആവുമ്പോൾ ഒരു ഭാഗം മറിച്ചിട്ടിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് 3 മുട്ട കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറിയാണ് ആവശ്യം. അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ബീൻസ് ഇവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സെല്ലറിയും സ്പ്രിങ്ങും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണം നമുക്ക്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിലേക്ക് ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തിളച്ച് വന്ന വെള്ളത്തിലേക്കാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. അരി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അരി ഏകദേശം വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ ഊറ്റി വയ്ക്കാം. നമുക്ക് റൈസ് ഊറ്റി വെക്കാം. റൈസ് കൂടുതൽ ഉടഞ്ഞു പോകരുത്. ഒരു പാകത്തെ വേവിന് തന്നെ നമ്മളത്
ഊറ്റി മാറ്റണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോവാതെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീൻസ് ഒന്ന് വഴറ്റാം. അതിലേക്ക് നമ്മളിനി ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത്. ക്യാരറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ക്യാപ്സിക്കം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്, പച്ചച്ചുവ ഉണ്ടാവുക അല്ലെങ്കിൽ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പറ്റ വെന്ത് പോവരുത്, ഉടഞ്ഞു പോവരുത് നമ്മുടെ പച്ചക്കറികളൊന്നും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് ഊറ്റി വെക്കുമ്പോൾ റൈസിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ പച്ചക്കറികളിലേക്കുള്ള ഉപ്പ് മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ക്യാബേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാബേജ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അല്പം പഞ്ചസാര കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു 3/4 ടേബിൾ സ്പൂണോളാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് നമ്മൾ ഊറ്റി വെച്ചതായിരുന്നു, അത് നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ പച്ചക്കറിയും ഇതും കൂടി റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിങ്ങും സെല്ലറിയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്.